മാർച്ച് മാസം ബിൽഡിംഗ് ഫിറ്റ്നസിൻ്റെ ചലാനടക്കുന്ന e-treasury.kerala.gov.in ഈ ഒരു സൈറ്റിലേക്ക് നമ്മൾ വന്നു. ഡിപ്പാർട്ട്മെൻറ്റൽ റെസിപ്റ്റ്സ് എന്ന ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഡിപ്പാർട്ട്മെൻറ്റ് എന്നതിൽ സെലക്ട് ചെയ്യുന്നു. അവിടെ നമ്മൾ പഞ്ചായത്ത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ പഞ്ചായത്ത് സ്കൂളിലായതുകൊണ്ട് എനിക്ക് പഞ്ചായത്തിൻ്റേതാണ് വേണ്ടത്. പഞ്ചായത്ത് സെലക്ട് ചെയ്തു. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യണം, അതും ചെയ്തു. ഇനി ഓഫീസ് ആനക്കയം ഗ്രാമപഞ്ചായത്തിലേക്കാണ് ഞാൻ അടക്കുന്നത്, അത് കൊടുത്തു. ഇനി ഇവിടെ സെലക്ട് റെമിറ്റൻസ് ഹെഡാണ്. ഇവിടെ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കിട്ടും. ഇതിനകത്ത് സെർച്ച് ചെയ്തിട്ട് കണ്ടെത്തുകയാണ് വേണ്ടത്. ഇതാണ് നമ്മുടെ പഞ്ചായത്തിനുള്ള ഹെഡ് ഓഫ് അക്കൗണ്ട്. ഇതിനകത്ത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ പർപ്പസ് ചോദിക്കുന്നുണ്ട്. പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് കൂടെ കൊടുക്കാൻ പറ്റും. മാനേജറുടെ പേരിലാണ് കൊടുക്കുന്നത്. മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ഒരു ആക്റ്റീവ് മൊബൈൽ നമ്പർ കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ, മറ്റു കാര്യങ്ങളൊന്നുമില്ല. അഡീഷണലായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് വല്ലതും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചേർക്കാവുന്നതാണ്. അഡ്രസ്സും കാര്യമൊക്കെ ഇവിടെ ചേർക്കാവുന്നതാണ്. പ്രൊസീഡ് ചെയ്തു. ഓൺലൈൻ പേയ്മെൻറ്റോ മാനുവൽ പേയ്മെൻറ്റോ ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന ഓപ്ഷനാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ്. നെറ്റ് ബാങ്കിങ്, പേയ്മെൻറ്റ് ഗേറ്റ്വേ പ്രിഫേർഡ്, പേയ്മെൻറ്റ് ഗേറ്റ്വേ ആൾട്ടർനേറ്റീവ്. ഇവിടെ ഇതിനകത്ത് ഏതൊക്കെ ഉള്ളത് നോക്കാം നമുക്കൊന്ന്. UPI പേയ്മെൻറ്റുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ സുഖമാണ് കൊടുക്കാനൊക്കെ. പ്രൊസീഡ് ടു പേ കൊടുക്കുകയാണ്. UPI സെലക്ട് ചെയ്തു. ഈ QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് അടക്കുകയാണ് വേണ്ടത്. അടച്ചു. ഓക്കെ. ഇവിടെ റെസിപ്റ്റ് പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട്. ഇവിടെ പ്രിൻ്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ അറ്റംപ്റ്റ് ഫെയിൽഡ്, മൊബൈൽ നമ്പർ നോട്ട് അവൈലബിൾ, അത് പ്രശ്നമാക്കേണ്ടിയില്ല, ഒന്നുകൂടി ചെയ്താൽ മതിയാകും. ഇതാണ് നമ്മുടെ റെസിപ്റ്റ്.